വളരെ ധൈര്യശാലികളായ 2 പേരുടെ കഥകൾ കേട്ടാലോ എന്ന്. ആദ്യത്തെ കഥ സംഖികൻ്റേതാണ്. ധർമ്മപദത്തിലെ 10ാം ശ്ലോകത്തിലാണ് സംഖികനെ പറ്റി പറയുന്നത്. സംഖികൻ ഒരു ബുദ്ധഭിക്ഷുവായിരുന്നു. പൂർണ്ണമായ അർത്ഥത്തിലൊരു ഭിക്ഷു അല്ല. കുറേ ബുദ്ധഭിക്ഷുക്കൾ താമസിക്കുന്ന വലിയൊരു ആശ്രമത്തിൽ ഒരു ബുദ്ധഭിക്ഷു ആകാനുള്ള ആഗ്രഹത്തോടെ ചെന്ന് കയറിയ ഒരാളായിരുന്നു സംഖികൻ. അവൻ ആ ബുദ്ധഭിക്ഷുക്കളോടൊപ്പം താമസിക്കുകയും അവർക്കൊപ്പം അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയും ചെയ്തു. ആശ്രമം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ഗുഹാക്ഷേത്രമായിരുന്നു. കാടിനുള്ളിലെ ഒരു ഗുഹാക്ഷേത്രം. ഈ ബുദ്ധസന്യാസിമാർ ഉപജീവനത്തിനായി ഭിക്ഷ യാചിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഭിക്ഷ യാചിച്ച് കിട്ടുന്ന എന്താണോ അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് അവർ ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയും എല്ലാവരും കൂടെ വന്നതിന് ശേഷം കിട്ടിയ ഭക്ഷണം എല്ലാം കൂടെ പങ്കിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും. അവർ വളരെ ശാന്ത സ്വഭാവികളായ ഒരു പറ്റം സന്യാസിമാരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ ഭിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഈ ആശ്രമത്തിലേക്ക് വരികയും അവിടെ വന്നിട്ട് അവർക്ക് കിട്ടിയ ഭക്ഷണം എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് അത് ഓരോരുത്തരായിട്ട് വിളമ്പിയെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു വട്ടത്തിലിരുന്ന് ഇലയിലായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് പ്രായമായ ഒരാൾ അവിടെ വന്ന് നോക്കി നിൽക്കുന്നത് ഈ സംഖികൻ കണ്ടു. മറ്റ് സന്യാസിമാരത് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ സംഖികൻ മുതിർന്ന സന്യാസിയോട് പറഞ്ഞു, നമുക്കൊരു അതിഥി ഉണ്ടെന്ന് തോന്നുന്നു, ഒരാൾ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മുതിർന്ന സന്യാസി ഗുരു സംഖികനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പോയി അയാളെ നമ്മുടെ ആശ്രമത്തിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വാ. അങ്ങനെ സംഖികൻ ഭക്ഷണം നിർത്തിവെച്ചിട്ട് പുറത്ത് നിന്ന് ഈ വന്ന ആളെ വിളിച്ചകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അയാളൊരു വഴിപോക്കനാണ്. അയാൾ വരുന്ന വഴിക്ക് കാട്ടിൽ ഇങ്ങനൊരു ആശ്രമം കണ്ടിട്ട് വിശ്രമിക്കാൻ വേണ്ടി കയറിയതാണെന്ന് പറഞ്ഞു. അയാൾക്ക് 2 പെൺമക്കളാണുള്ളത്. 2 പേരെയും 2 ഗ്രാമങ്ങളിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അയാൾ കുറേ കാലമായിട്ട് ഇളയ മകളുടെ കൂടെയായിരുന്നു താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അയാൾക്ക് തൻ്റെ മൂത്ത മകളെയും കുഞ്ഞുങ്ങളെയും കാണണമെന്ന് തോന്നി. അങ്ങനെ മൂത്ത മകളെ കാണാൻ പോകുന്ന വഴിയാണ്. ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ഗുരു ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ ദൂരമായിട്ട് നടക്കുന്നു, കൊണ്ടുവന്ന ഭക്ഷണം തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടും. അങ്ങനെ ഈ മനുഷ്യൻ ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് ഭിക്ഷ അയച്ചു കൊണ്ടുവരുന്ന ഭക്ഷണമായതുകൊണ്ട് ഇത് പല തരം വിഭവങ്ങളുണ്ടായിരുന്നു. ഈ ബുദ്ധസന്യാസിമാരെ എല്ലാവർക്കും വലിയ ഇഷ്ടമായതിനാൽ എല്ലാവരും ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു ഇവർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ സാധാരണ ഒരു വലിയ വിരുന്നിന് പങ്കെടുത്താൽ കിട്ടുന്ന അത്രയും വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ഈ സംഖികനും മുതിർന്ന ഗുരുക്കളും ചേർന്നിട്ട് ഈ അതിഥിക്ക് വിളമ്പിക്കൊടുത്തു. അയാളതെല്ലാം വളരെ രുചിയോടെ കഴിക്കുകയും ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അദ്ദേഹം ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും വിരുന്നുണ്ടായിരുന്നോ? എന്തെങ്കിലും വിശേഷമുള്ളതുകൊണ്ടാണ് ഇത്രയധികം വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നുമല്ല, ഞങ്ങൾക്ക് ഗ്രാമത്തിലുള്ള ആൾക്കാർ തന്നതാണ്. ഞങ്ങൾ ഭിക്ഷ യാചിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി ഭിക്ഷ യാചിക്കും, കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് പങ്കുവെച്ച് കഴിക്കും. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഇത് കൊള്ളാമല്ലോ, നല്ല ഭക്ഷണം, വളരെ രുചികരമായ ഭക്ഷണം, ഒരുപാട് തരത്തിലുള്ള ഭക്ഷണം, കുറച്ച് ദിവസം ഇവിടെ അങ്ങ് താമസിച്ചാൽ സുഖമാകുമല്ലോ. അയാൾ മടിച്ച് ഈ മുതിർന്ന ഗുരുവിനോട് ചെന്ന് ചോദിച്ചു, ഗുരു, എനിക്ക് 2 മക്കളെയും വിവാഹം കഴിച്ചു കഴിഞ്ഞു, അവർ 2 പേരും 2 സ്ഥലത്ത് സുഖമായിട്ട് ജീവിക്കുന്നു, എനിക്കിനി ചെയ്യാൻ കടമകളൊന്നും ബാക്കിയില്ല. 2 മക്കളുടെയും വീട്ടിലിങ്ങനെ മാറി മാറി താമസിക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തന്നോളാം. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. അങ്ങനെ അയാൾ അന്ന് മുതൽ ഈ ആശ്രമത്തിൽ താമസമായി. ഈ താമസം അയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ശാന്തമായ അന്തരീക്ഷം, ഒരല്ലലുമില്ല. ഭിക്ഷ തേടിക്കൊണ്ടുവരുന്ന ഭക്ഷണം എല്ലാവരും കൂടെ പങ്കിട്ട് കഴിച്ചാൽ മാത്രം മതി. പിന്നെ ഈ ബുദ്ധസന്യാസിമാരാണെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാനൊന്നും പറയാറില്ല, കണ്ടറിഞ്ഞ് ചെയ്താൽ മതി. ഇയാൾക്കാണെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാനൊന്നും മനസ്സുമില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അയാൾ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അയാൾക്ക് വീണ്ടും തൻ്റെ മക്കളെ ഓർമ്മ വന്നു. ഇളയ മകളുടെ അടുത്ത് നിന്ന് മൂത്ത മകളുടെ അടുത്തേക്ക് പോകുന്ന വഴിയായിരുന്നല്ലോ. അപ്പോൾ മൂത്ത മോളെ ഒന്ന് പോയി കാണാമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ഇത്ര ദിവസം ഇവിടെ നിന്നിട്ട് ഇവരോട് എന്ത് പറഞ്ഞിട്ട് പോകും? മക്കളെ ഒന്നും ഇനി കാണണ്ട, നിങ്ങളുടെ കൂടെ കൂടാമെന്ന് പറഞ്ഞാണ് ഇവിടെ താമസിക്കാൻ അനുവാദം വാങ്ങിയത്. അതുകൊണ്ട് അയാൾ രാത്രിയായപ്പോൾ ആരും അറിയാതെ തൻ്റെ ഭാട്ടക്കെട്ടും എടുത്തിട്ട് ആ ആശ്രമത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അങ്ങനെ രാത്രി ഇയാൾ ഈ കാട്ടുവഴിയിലൂടെ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ എതിരെ വരുന്നത് കണ്ടു. ഓടി മാറുന്നതിന് മുമ്പ് ഇവർ വന്ന് ഇയാളെ പിടിച്ച്, ഇവർ കൊള്ളക്കാരായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതാ നോക്ക്, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിലെ ഭാണ്ഡക്കെട്ടിൽ കുറച്ച് മുഷിഞ്ഞ തുണികൾ മാത്രമേ ഉള്ളൂ, ഞാനൊരു ദരിദ്രനാണ്, ഞാൻ എൻ്റെ മകളെ കാണാൻ വേണ്ടി പോവുകയാണ്, എന്നെ വെറുതെ വിടണം. അപ്പോൾ ഈ കൊള്ളക്കാർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നില്ല, കാരണം ഞങ്ങളുടെ ദേവതയ്ക്ക് ഒരു ബലി നൽകാൻ പോവുകയാണ്, നരബലി.
ബലി കൊടുക്കാനും മാത്രം ആരോഗ്യമുള്ള ഒരാളെ ഞങ്ങൾ നോക്കി വരികയായിരുന്നു. അപ്പോഴാണ് നിന്നെ കണ്ടത്. അങ്ങനെ ഇവർ ഈ കാടിനുള്ളിലെ ഒരു ക്ഷേത്രത്തിലേക്ക് ഇയാളെ കൊണ്ടുപോയി. അവിടെ ബലി കൊടുക്കാനുള്ളൊരു തറയുണ്ടായിരുന്നു. അവിടെ കൊണ്ട് ഇയാളെ ഇരുത്തി. അപ്പോൾ അയാൾ കരഞ്ഞ് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. ഭയങ്കര ബഹളം. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നെ കൊല്ലരുത്, ഞാൻ പ്രായമായ ആളാണ്, ആരോഗ്യമില്ലാത്ത ആളാണ്. നിങ്ങൾ ബലി കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ആളെ, ഏറ്റവും നല്ല ആരോഗ്യമുള്ള, ഏറ്റവും ശുദ്ധനായ ആളെ കൊടുക്കണം. ഞാനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒളിച്ചോടി വരുന്ന വരവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ശുദ്ധമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. നല്ല ശുദ്ധമായ മനസ്സുള്ള നിർമ്മലരായ കുറേ ആൾക്കാർ ഈ കാട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ബലി കൊടുക്കുക. അപ്പോൾ ഈ കൊള്ളക്കാർ ചോദിച്ചു, അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞത്, ആ കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു ആശ്രമമുണ്ട്, അവിടെ കുറേ സന്യാസിമാർ താമസിക്കുന്നുണ്ട്, അവർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ബലി കൊടുക്കാൻ പറ്റിയ ആരോഗ്യമുള്ള നിർമ്മലരായ ആൾക്കാരെ കിട്ടും. മാത്രമല്ല അവർ വളരെ ശുദ്ധ മനസ്കരുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബലി പൂർണ്ണമാകും. ഇത് കേട്ടപ്പോൾ ഈ കൊള്ളക്കാർക്ക് തോന്നി, കൊള്ളാമല്ലോ, ഇങ്ങനെ ഒളിച്ചോടി വന്ന ഒരാളെ ബലി കൊടുക്കുന്നതിലും നല്ലത് ഒരു സന്യാസി ബലി കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അവർ ഇയാളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ അങ്ങോട്ട് വഴി കാണിച്ചതാണ്, എവിടെയാണ് ഈ ആശ്രമം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇയാൾ വഴി കാണിച്ചു കൊടുത്തു. ആ വഴിയെ ഈ കൊള്ളക്കാർ ചെന്നു, ആശ്രമത്തിൻ്റെ വാതിക്കൽ ചെന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു മലയുടെ അടിവാരത്തിൽ കല്ല് തുരന്നുണ്ടാക്കിയ കുറേ ഗുഹകളാണ് ഈ ആശ്രമം. അതിൽ ഓരോ ചെറിയ ഗുഹകളിലും ഓരോ സന്യാസിമാരാണ് വസിക്കുന്നത്. അവരവിടെ ധ്യാനത്തിലിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വഴി കാട്ടിക്കൊണ്ട് ചെന്ന മനുഷ്യൻ കൊള്ളക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഒരു മണിയുണ്ട്, ആ മണി അടിച്ചാൽ മതി, ഇവരെല്ലാവരും പുറത്തിറങ്ങി വരും. അങ്ങനെ ഈ കൊള്ളക്കാരിൽ ഒരാൾ മണി അടിച്ചപ്പം ഈ ആശ്രമത്തിനകത്തുണ്ടായിരുന്ന സന്യാസിമാരെല്ലാം പുറത്തിറങ്ങി വന്നു. അവർ ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഈ രാത്രി വന്ന് മണി അടിച്ചത്? ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ കൊള്ളക്കാരുടെ തലവൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നരബലിയുണ്ട്, ഞങ്ങളുടെ ദേവതയ്ക്ക് ഞങ്ങൾ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പോൾ ഇയാളെയാണ് കിട്ടിയത്. ഇയാൾ ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സുള്ള ഒരാളെ വേണം. നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ ബലി കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സന്യാസിയായിട്ട് മുന്നോട്ട് വന്നിട്ട് എന്നെ ബലി കൊടുത്തോളൂ എന്ന് പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഈ കൊള്ളക്കാരാകെ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഞങ്ങൾ ബലി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞ ആൾക്കാർ പേടിച്ച് ഓടുക ചെയ്യുന്നത്. പക്ഷേ ഈ സന്യാസിമാരാരും പേടിച്ചില്ല. അവർ ഓരോരുത്തരും പറഞ്ഞു, എന്നെ ബലി കൊടുത്തോളൂ. അപ്പോൾ ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണം എന്ന് കൊള്ളക്കാർക്ക് സംശയമായി. അപ്പോൾ കൊള്ളക്കാർ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ ഞങ്ങൾ ബലി കൊടുക്കാം. അപ്പോൾ അതാരാണ് പ്രായം കുറഞ്ഞ ആൾ? അപ്പോൾ ഒരു സന്യാസി മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാനാണ് പ്രായം കുറഞ്ഞ ആൾ. അപ്പോൾ പെട്ടെന്ന് സംഘികൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല, ഞാനാണ് പ്രായം കുറഞ്ഞ ആൾ. അപ്പോൾ സന്യാസിമാർ പറഞ്ഞു, സംഘികൻ, നീ ഒരു സന്യാസിയല്ല, നീ സന്യാസ ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഒരു സന്യാസിയാകാൻ നിനക്ക് കുറേ കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. നീ അത് ആഗ്രഹിച്ച് ഇവിടെ വന്നതല്ലേ, അതുകൊണ്ട് നീ ഈ ബലിക്ക് വേണ്ടി പോകണ്ട. അപ്പോൾ സംഘികൻ പറഞ്ഞു, അങ്ങനെയല്ല, അവർ പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്നാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസി എന്നല്ല. അതുകൊണ്ട് ഈ ബലിക്ക് ഞാൻ സന്നദ്ധനാണ്, എനിക്കതിലൊരു വിഷമവുമില്ല, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം. അങ്ങനെ ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷം ഈ കൊള്ളക്കാരുടെ കൂടെ സംഘികൻ പോയി. അവർക്ക് സംഘികനെ കെട്ടി വലിച്ചൊന്നും കൊണ്ടുപോകേണ്ടി വന്നില്ല. അവൻ വളരെ ധൈര്യത്തോടെ അവരുടെ ഒപ്പം പോയി. അങ്ങനെ ഇവർ ഈ കാട്ടിലെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. അവിടെ ഒരു ബലിക്കൽ തറയുണ്ടായിരുന്നു. അവിടെ സംഘികനെ കൊണ്ടുപോയി ഇരുത്തി. സംഘികൻ ഓടിപ്പോകും, നിലവിളിക്കും എന്നൊക്കെ അവർ വിചാരിച്ചെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. സംഘികൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബലിക്കൽ തറയിലിരുന്നു. അപ്പോൾ ഇതിൽ ബലി നടത്തുന്ന ഒരു ആരാച്ചാരുണ്ടായിരുന്നു. അയാൾ വാളുകൊണ്ട് തല വെട്ടിയാണ് ഈ ബലിക്കൽ തറയിൽ രക്തം വീഴ്ത്തുക. അപ്പോൾ അയാൾ വാളെടുത്തുകൊണ്ട് വന്നിട്ട് ഈ സംഘികൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. വളരെ നിഷ്കളങ്കനായ ശാന്തനായ ഒരു കുട്ടി, ഇവനെ എങ്ങനെ കൊല്ലും? അപ്പോൾ അയാൾ വിചാരിച്ചു, ഇവനെ കൊല്ലുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മരിക്കുന്നത് പോലെ കൊല്ലണം, അല്ലെങ്കിൽ ഇവൻ വേദന സഹിക്കാനിട വരും. അതുകൊണ്ട് ഒറ്റ വെട്ടിന് ഇവൻ്റെ കഴുത്തറക്കുന്നത് പോലെ ആഞ്ഞു വെട്ടണം. ഇത് വിചാരിച്ചുകൊണ്ട് ഇയാൾ തൻ്റെ വാള് ഉയർത്തി ആഞ്ഞു വീശി. പക്ഷേ സംഘികൻ്റെ കഴുത്തിൽ വാള് കൊണ്ടില്ല. അയാൾക്കിത് വലിയ അത്ഭുതമായി തോന്നി. ഒരിക്കൽ പോലും അയാളുടെ ഉന്നം പിഴച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ വീണ്ടും വാളുയർത്തി സംഘികനെ വെട്ടി. ഇത്തവണ സംഘികൻ്റെ കഴുത്തിൽ വെട്ടുകൊണ്ടെങ്കിലും അവിടെ ഒരു പോറൽ പോലും ഏറ്റില്ല. പക്ഷേ വാളം കൊടിഞ്ഞു പോവുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുകയാണ് സംഘികൻ. കൊള്ളക്കാർക്കല്ല ഇത് വലിയ അത്ഭുതമായിട്ട് തോന്നി. ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഈ കുട്ടിയിൽ എന്തോ ദിവ്യത്വമുണ്ടെന്ന് മനസ്സിലായ എല്ലാവരും കൂടി അവന് ചുറ്റും വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഒട്ടും പേടിയില്ലേ? നീ ഇങ്ങനെ ധൈര്യത്തോടെ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, ആഗ്രഹങ്ങളില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരികയില്ല. എനിക്ക് ജീവിതത്തിൽ ആഗ്രഹമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മരണത്തെ പേടിയുമില്ല. ഇത് കണ്ട ഈ കൊള്ളക്കാർ വളരെയധികം പശ്ചാത്തപിക്കുകയും അവർ സംഘികനോടൊപ്പം
ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് ചെല്ലുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരുടെ കാൽക്കൽ വീണ് മാപ്പിരുന്ന അവരെല്ലാവരും പിന്നീട് ബുദ്ധപദത്തിലേക്ക് വന്നു. അവരെല്ലാവരും ബുദ്ധ സന്യാസിമാരായിട്ട് തീർന്നു. ഇതാണ് ഒന്നാമത്തെ ധൈര്യശാലിയുടെ കഥ. ഇനി രണ്ടാമത്തെ ധൈര്യശാലിയെ പറ്റി പറയാം. ഈ രണ്ടാമത്തെ ധൈര്യശാലി ഒരു രാജ്യത്തെ ശില്പിയായിരുന്നു. ഈ രാജ്യത്തെ രാജാവിന് ഒരു മനോഹരമായ കൊട്ടാരം വേണമെന്ന് ആഗ്രഹം തോന്നി. അദ്ദേഹം തൻ്റെ ശില്പിയെ വിളിച്ചിട്ട് തനിക്ക് മറ്റെങ്ങുമില്ലാത്ത തരം മനോഹരമായൊരു കൊട്ടാരം നിർമ്മിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഈ ശില്പി പണി തുടങ്ങി. അദ്ദേഹം വളരെ മനോഹരമായൊരു പദ്ധതി തയ്യാറാക്കുകയും അതിനനുസരിച്ചൊരു ചിത്രം വരയ്ക്കുകയും ആ ചിത്രം ഈ രാജാവിനെ കൊണ്ട് കാണിച്ചിട്ട് അദ്ദേഹത്തോട് ചർച്ച ചെയ്ത് വേണ്ട തിരുത്തലുകൾ വരുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങി. ഓരോ ഘട്ടവും കഴിയുമ്പോൾ രാജാവും കുടുംബവും ഈ കൊട്ടാരത്തിൻ്റെ പണി കാണാൻ വരികയും കണ്ടവരെല്ലാം ഇത് വളരെ മഹത്തരമായൊരു കൊട്ടാരമാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരത്തിൻ്റെ പണി തീർന്നു. പണി തീർന്ന ദിവസം രാജാവും രാജ്ഞിയും ഒക്കെ കൂടെ ഈ കൊട്ടാരം വീണ്ടും കാണാൻ വന്നു. ആ സമയത്ത് മന്ത്രി കൂടെ ഉണ്ടായിരുന്നു. ഈ മന്ത്രിയുടെ പേര് സഞ്ചികാപുത്രൻ എന്നായിരുന്നു. അപ്പോൾ ഈ സഞ്ചികാപുത്രൻ എന്ന മന്ത്രിയോട് രാജാവ് ചോദിച്ചു, നോക്കൂ മന്ത്രി, ഇത്ര മനോഹരമായ കൊട്ടാരം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മന്ത്രി പറഞ്ഞു, ഇല്ല, ഞാൻ ഇത്തരം ഒരു കൊട്ടാരം മറ്റെങ്ങും കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. രാജാവ് ശില്പിയെ വിളിച്ചു ചോദിച്ചു, ശില്പി, താങ്കൾ ഇത്രയധികം മനോഹരമായൊരു കൊട്ടാരം മറ്റെവിടെയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടോ? അപ്പോൾ ശില്പിയും പറഞ്ഞില്ല മഹാരാജാവേ, ഞാൻ ഇത്തരത്തിലൊരു കൊട്ടാരം ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. എൻ്റെ ജീവിതകാലത്തിലുടനീളം ഞാൻ പഠിച്ച പാഠങ്ങളെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ കൊട്ടാരം പണിഞ്ഞത്. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരെല്ലാവരും പറഞ്ഞു, അതെ അതെ ശരിയാണ്, ഇത്തരത്തിലൊരു കൊട്ടാരം മറ്റെവിടെയും കാണാൻ പറ്റില്ല. അങ്ങനെ രാജാവ് ഈ കൊട്ടാരമെല്ലാം ചുറ്റും നടന്ന് കണ്ടതിന് ശേഷം മന്ത്രിക്കൊപ്പം പുറത്തിറങ്ങി. അദ്ദേഹം താൻ അപ്പോൾ താമസിച്ചിരുന്ന പഴയ കൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, ഈ കൊട്ടാരം വളരെ മഹത്തരമാണെന്നും ഇതുപോലെ മറ്റെങ്ങും ഇല്ലെന്നും എല്ലാവരും പറയുന്നുണ്ട്. അതങ്ങനെ തന്നെ വേണം. ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു കൊട്ടാരം മറ്റാരും നിർമ്മിക്കാൻ പാടില്ല. അപ്പോൾ മന്ത്രി ചോദിച്ചു, അതെങ്ങനെ പറ്റും മഹാരാജാവേ? രാജാവ് പറഞ്ഞു, അതിന് പല വിദ്യകളുണ്ട്, എനിക്കതറിയാം. രാജാവിൻ്റെ മുഖത്തെ ഭാവം കണ്ടപ്പോഴേ മന്ത്രിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഈ ശില്പിയെ വധിക്കും. അതോടെ ഈ ശില്പിക്ക് ഇതുപോലൊരു കൊട്ടാരം മറ്റെങ്ങും നിർമ്മിക്കാൻ പറ്റാതാവും. മന്ത്രിക്ക് വലിയ ദുഃഖം തോന്നി. വളരെ വിദഗ്ധനായൊരു ശില്പിയാണ്, അറിവുള്ളവനാണ്. അവൻ്റെ അറിവ് ഇങ്ങനെ ഒരു കൊട്ടാരം നിർമ്മിച്ചതോടെ ഇല്ലാതായി പോകുന്നത് അത്ര ശരിയായ കാര്യമല്ലല്ലോ. അന്ന് വൈകുന്നേരം ഈ മന്ത്രി ഈ ശില്പിയെ വീണ്ടും കാണാൻ ചെന്നപ്പോൾ ഈ ശില്പി അവസാനത്തെ മിനുക്ക് പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മന്ത്രി ചെന്ന് ശില്പിയോട് ചോദിച്ചു, പണിയെല്ലാം തീർന്നോ? അപ്പോൾ ശില്പി പറഞ്ഞു, തീർന്നു, എല്ലാ പണിയും തീർന്നു. എത്രയും അടുത്ത മുഹൂർത്തത്തിൽ ഈ കൊട്ടാരത്തിലേക്ക് രാജാവിന് താമസം മാറാൻ പറ്റും. അപ്പോൾ മന്ത്രി പറഞ്ഞു, നിങ്ങൾ വളരെ മിടുക്കനായൊരു ശില്പിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ ഈ വൈദഗ്ധ്യത്തിന് പ്രതിഫലം മിക്കവാറും വാൾമുന കൊണ്ടായിരിക്കും രാജാവ് തരാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞിട്ട് മന്ത്രി അവിടെ നിന്ന് പോയി. എന്തുകൊണ്ടാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്ന് ഈ ശില്പിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അടുത്ത ദിവസം രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചപ്പോൾ ദേഹമാകെ പൊടിയൊക്കെ പിടിച്ച് തൻ്റെ ഉളിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ ശില്പി കൊട്ടാരത്തിൽ ചെന്നത്. അപ്പോൾ രാജാവ് ചോദിച്ചത്, എന്താ നിങ്ങൾ ഉളിയും കൊണ്ടുവരുന്നത്, പണി തീർന്നില്ലേ? അപ്പോൾ ശില്പി പറഞ്ഞു, മഹാരാജാവേ, പിന്നീട് ആലോചിച്ചപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കൊട്ടാരത്തിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ മാത്രമേ ഇത് മഹത്തരമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പുതിയൊരു പദ്ധതി അനുസരിച്ച് ഈ കൊട്ടാരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞാൻ ഈ പണി തീർത്തുകൊള്ളാം. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, എന്താ വേണ്ടതെന്ന് പറയാം. അപ്പോൾ ഈ ശില്പി പറഞ്ഞു, എനിക്ക് കാട്ടിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള കുറച്ച് തടി വേണം. അത് ഞാൻ ആൾക്കാരോട് പറഞ്ഞ് വെട്ടിച്ചോളാം. പക്ഷേ വെട്ടിക്കഴിഞ്ഞാലും അത് ഉടനെ പണിയാൻ പറ്റില്ല. അത് കുറച്ച് പാകപ്പെടുത്തേണ്ടതുണ്ട്. ആ തടിക്ക് ചില പ്രത്യേകതകൾ വേണം. അതുകൊണ്ട് ഈ തടി കൊണ്ടുവന്ന് കുറച്ച് ഉണക്കി അതിന് എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്കതുകൊണ്ട് പണിയാൻ പറ്റൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, അതിലൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എൻ്റെ ആൾക്കാർ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നോളും. അപ്പോൾ ശില്പി പറഞ്ഞു, മാത്രമല്ല ഇത് വളരെ വൈദഗ്ധ്യം ആവശ്യമുള്ളൊരു പണിയാണ്, മാത്രമല്ല രഹസ്യ സ്വഭാവമുണ്ട്. മറ്റാരെങ്കിലും അറിഞ്ഞാൽ മറ്റുള്ള കൊട്ടാരങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പണിശാലയിലേക്ക് ആരും കടന്നു വരാൻ പാടില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി വരാം, പിന്നെ എൻ്റെ മകനും കൂടെ വന്നോട്ടെ, അല്ലാതെ വേറെ ആരും വരരുത്. അപ്പോൾ രാജാവ് അതും സമ്മതിച്ചു. അങ്ങനെ ഈ ശില്പി വലിയൊരു പണിശാലയൊക്കെ പണിഞ്ഞിട്ട് കാട്ടിൽ നിന്ന് കുറേ പ്രത്യേക തരം തടികളൊക്കെ കൊണ്ടുവന്ന് പണി തുടങ്ങി. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ തടിപ്പണിയുടെ ശബ്ദം എപ്പോഴും കേൾക്കുകയും ചെയ്യാം. അപ്പോൾ രാജാവിന് മനസ്സിലായി എന്തോ വലിയ പണി നടക്കുന്നുണ്ട്. ശില്പിയുടെ ഭാര്യയ്ക്ക് മാത്രമേ അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഭക്ഷണം കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് അവർക്കൊരു ചെറിയ മകനുണ്ട്. ഈ കുട്ടിയും കൂടെ ചിലപ്പോൾ അകത്തേക്ക് ചെല്ലും.
അങ്ങനെ മാസങ്ങളോളം ഈ പണി നടന്നു. അങ്ങനെ ഒരു ദിവസം ഈ ശില്പിയുടെ ഭാര്യ വന്ന് പറഞ്ഞു, ഇന്ന് ഒരു പ്രത്യേകത കാണുന്നുണ്ട്, ഈ പണിശാലയ്ക്ക് ചുറ്റും ഭടന്മാർ ചുറ്റിക്കറങ്ങുന്നുണ്ട്, എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ശില്പിക്ക് മനസ്സിലായി, രാജാവിന് സംശയം തോന്നുന്നുണ്ട്, ഈ പണി എന്തായി, എന്തൊക്കെയാണ് പണിയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് രാജാവ് ഉടനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശില്പി ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നിൻ്റെ കയ്യിൽ ഉള്ള ആഭരണങ്ങളും പണവും ഒക്കെ ഇങ്ങനെ എടുക്കണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ വിറ്റിട്ട് കിട്ടുന്ന പണം മുഴുവൻ നീ ശേഖരിക്കണം. അതെല്ലാം കൊണ്ട് നമ്മളുടെ മകനെയും കൂട്ടിക്കൊണ്ട് വേണം നാളെ നീ ഉച്ചഭക്ഷണവും കൊണ്ട് വരാൻ. ആ ഭക്ഷണപ്പൊതിയിൽ ഭക്ഷണമൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം മാത്രം എടുത്താൽ മതി. അങ്ങനെ ഈ ഭാര്യ വീട്ടിൽ ചെന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം വിറ്റു. ഉണ്ടായിരുന്ന പണവും ആഭരണങ്ങളെല്ലാം പൊതിഞ്ഞ് കെട്ടി പിറ്റേന്ന് ഉച്ചഭക്ഷണത്തിന് പകരം അവരുടെ സമ്പാദ്യം എല്ലാം പൊതിഞ്ഞ് മകനെയും കൊണ്ട് ഈ സ്ത്രീ ഈ പണിശാലയിലേക്ക് വന്നു. നോക്കുമ്പോൾ ഒരു വലിയ പക്ഷിയാണ് ഭർത്താവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ വലിയ തടി കൊണ്ടുള്ളൊരു പക്ഷി. ആ പക്ഷിയുടെ വയറിന് ഒരു വാതിലുണ്ടായിരുന്നു. ഈ വാതിൽ തുറന്ന് ഈ ശില്പി ഭാര്യയും മകനെ അകത്ത് കയറ്റി. എന്നിട്ട് അയാളും അകത്ത് കയറിയിട്ട് വാതിലടച്ചിട്ട് ഒരു ചക്രം തിരിച്ചു. അതോടെ ആ പക്ഷി മുകളിലേക്ക് പറന്ന് പൊങ്ങാൻ തുടങ്ങി. ശില്പിയെയും കുടുംബത്തിനെയും കൊണ്ട് പറന്നു പൊങ്ങിയ ആ പക്ഷി അയൽ രാജ്യം ലക്ഷ്യമാക്കി പറക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഭടന്മാരും രാജാവ് ഇത് കണ്ടു. അവർ പിന്നാലെ വന്ന് അമ്പെയ്തെങ്കിലും അമ്പൊന്നും ഈ പക്ഷിക്ക് കൊണ്ടില്ല. അത് വളരെ വേഗം പറന്ന് അയൽ രാജ്യത്തിറങ്ങി. അങ്ങനെ ശില്പി അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട അയാൾ അവിടെ തൻ്റെ ജോലി തുടരുകയും മറ്റ് പല രാജാക്കന്മാർക്കും മനോഹരങ്ങളായ പല കൊട്ടാരങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ധൈര്യവും കലാവിരുദ്ധം കൊണ്ട് ആ ശില്പി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇഷ്ടമായോ ഇന്നത്തെ കഥകൾ? അടുത്ത കഥ അടുത്ത ദിവസം.